ഇന്ന് ഡെലിവറി ബോയുടെ ലാസ്റ്റ് ഡേ ആണല്ലേ? ആ, ലാസ്റ്റ് ഡേ. ഇന്നത് തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലിന്ന് അവസാനിക്കുകയാണ്. ഭയങ്കരം. ആ, വെയിലും മഴയും നോക്കണ്ടേ, ഓട്ടത്തിന് ഓട്ടം. ഡേയ് ഒന്ന് നിർത്ത്. നീ ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുക്കാതെ. കളിയാക്കിയാലും മനസ്സിലാവില്ല, മണ്ടൻ. ഒന്ന് പോടാ, നിനക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണല്ലോ നീ. പടം ഈ കഴിഞ്ഞ വേനൽക്കാലത്തെ നീക്ക് ഇതുപോലെ AC റൂമിൽ സൂചിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിരുന്നത് ഞങ്ങളാണ്. എടാ, ഇവിടെയുള്ള ടാറ് പണിക്കാരും കെട്ടിടം പണിക്കാരും ഒക്കെ നീ പറഞ്ഞ മഴയത്ത് മേലിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. പിന്നെ അവന്മാർ ഞങ്ങളെ പോലെ ചുമ ബൈക്കിൽ കാറ്റും കൊണ്ട് കറങ്ങി നടക്കല്ല. ചുട്ടുപഴുത്ത കമ്പി സിമെൻറ്റൊക്കെ ചുമന്നാണ് കെട്ടിടം കയറി ഇറങ്ങുന്നത്. നീ പറഞ്ഞ ആൾക്കാരൊക്കെ 12 മണി മുതൽ 3 മണി വരെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് പോലും ഫുഡും കൊണ്ട് റോഡിൽ കിടന്ന് ഓടുന്ന ഓട്ടത്തിന് കണക്കില്ല. ചേടാ, എനിക്കിതാണ് മനസ്സിലാവാത്തത്. എടാ, ഒരു കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, ഒരു ഹോട്ടലിൽ ഒരാളെടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നു. നീ ചുമ്മാ പോകുന്ന കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുന്നു. ഇന്നത്തെ പണി. അതെ, ആ പണി എടുത്തു നോക്കുമ്പോൾ പറയാം പണിയുടെ കഷ്ടപ്പാട്. ചുമ്മാ ചിരിപ്പിക്കാറാ. എടാ, സാധാരണ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നവനുണ്ട് നിന്നെക്കാളും കഷ്ടപ്പാട്. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ ചുമ്മാ AC ഇരിക്കുകയാണെന്ന്. ആ, അല്ലാണ്ട് നിനക്കൂടെ എന്താണ് പണി? എടാ, ഞാനിവിടെ അങ്ങനെ AC ചുമ്മാ ഇരിക്കുന്നല്ല. അതായത് എഴുത്തിൻ്റെ ലോകത്താണ്. ചിന്ത, ആലോചന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത് തന്നെ പോലെ പാർസൽ ചെയ്ത് വെച്ചൊരു ബിരിയാണി എടുത്തിട്ട് ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ ഗൂഗിൾ മാപ്പ് നോക്കി കൊണ്ടുപോകുന്ന പോലുള്ള പരിപാടിയല്ല, മനസ്സിലായോ? ഓ, പിന്നെ ഭയങ്കര പണിയല്ലേ. എടാ, ഒന്നിൽ നീ ആരെങ്കിലും എഴുതി വെച്ചൊരു കഥ അടിച്ചു വേണ്ടി എഴുതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറേയും പടം അടിച്ചു വേണ്ടി എഴുതും. അല്ലാണ്ട് നീ പുതുതായിട്ട് എന്താ എഴുതിയിട്ടുള്ളത്? പോട ഊള, ഞാൻ ഇന്നേ വരെ ഒരു കഥയും മോഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ആ ഷോർട്ട് ഫിലിമില്ലേ, അത് നീ ഒരു കുറേയും പടം അടിച്ചു വേണ്ടി എഴുതിയാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത്. സമയം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത്. എന്നാ എടു ഗൂഗിളിൽ അല്ല യൂട്യൂബ് ഇടും, എന്നിട്ട് അതിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കും നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ. എനിക്കൊന്നും സമയമില്ല. അതാണ്. എടാ, എന്താ അതാണെന്ന്? എടാ, നീയൊക്കെ കള്ളപ്പണിക്കാരാണ് ഞാൻ തെളിയിച്ചോണ്ടല്ലോ നീ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു കാര്യം നീ ഇത് നിൻ്റെ പാർട്ടി സ്റ്റോറിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ തരാം. നീ ഒരു നോട്ടീസിനെങ്കിലും പറ്റി ഒരു ക്യാപ്ഷൻ എഴുതി കാണിക്കും. ഈ ജോലി ഞാനെന്ന് ചെയ്യാം. ഇന്ന് വൈകുന്നേരം കൊണ്ട് നമുക്ക് തീരുമാനിക്കണം, ഒരു ഫുഡ് ഡെലിവറി ബോയുടെ പണിയാണോ എഴുത്തുകാരൻ്റെ ജോലിയാണോ കഷ്ടപ്പാടാണോ? ഓക്കെ, ഡീൽ. ബാഗാണ് ഈ കുപ്പായിരണോ? ബൈക്ക് പിന്നെ തുണി കൊടുക്കാണ് പോകാൻ പറ്റും.